ചേർത്തല ബിന്ദു പത്മനാഭൻ കൊലപാതക കേസിൽ പ്രതി സെബാസ്റ്റിന്റെ കുറ്റസമ്മതമൊഴിയുടെ വിശദാംശങ്ങൾ പുറത്ത്. ബിന്ദുവിനെ കൊന്ന് കഷണങ്ങളാക്കി മറവ് ചെയ്തെന്നും അവ പിന്നീട് പുറത്തെടുത്ത് കത്തിച്ചെന്നും സെബാസ്റ്റ്യൻ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തി. മൃതദേഹാവശിഷ്ടങ്ങൾ ഉപേക്ഷിച്ച സ്ഥലങ്ങളിലടക്കം സെബാസ്റ്റ്യനുമായി എത്തി തെളിവെടുപ്പ് നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം. കേരളത്തെ നടുക്കിയ ചേർത്തല ബിന്ദു പത്മനാഭൻ കൊലക്കേസിൽ പ്രതി സെബാസ്റ്റ്യന്റെ മൊഴിയിലൂടെ കൊലപാതകത്തിന്റെ ക്രൂരത വെളിവാക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. സ്ഥലമിടപാടുമായി ബന്ധപ്പെട്ട് ബിന്ദുവിന്റെ കൈവശമുണ്ടായിരുന്ന 1.5 ലക്ഷം രൂപ തട്ടിയെടുക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു കൊലപാതകം. ബിന്ദുവിനെ കൊന്ന് കഷ്ണങ്ങളാക്കി പള്ളിപ്പുറത്തെ വീടിന്റെ പല ഭാഗങ്ങളിലായി കുഴിച്ചിട്ടു. പഴകിയെന്ന് ഉറപ്പാക്കിയ ശേഷം എല്ലുകൾ പുറത്തെടുത്ത് കത്തിച്ചു. ഈ അവശിഷ്ടങ്ങൾ പല ഭാഗങ്ങളിലായി ഉപേക്ഷിച്ചു. 2006 മെയ് മാസത്തിലാണ് കൊലപാതകം നടന്നത്. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ നിന്നാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നത്. ഇവിടെ വെച്ച് മർഡർ ചെയ്തു, ഇവിടെ തന്നെ കുഴിച്ചിട്ട് അത് ഡികമ്പോസിഷൻ ആയതിനു ശേഷം എടുത്ത് കത്തിച്ച് ചാരമാക്കി നശിപ്പിച്ച് കളഞ്ഞു എന്നുള്ളതാണ് അയാളുടെ കൺവേർഷൻ. അത് പ്രകാരമുള്ള തെളിവെടുപ്പുകളാണ് ഇവിടെ പൂർത്തിയായിട്ടുള്ളത്. 2006 ബിന്ദു പത്മനാഭനെ കാണാതാവുന്നത്. 2017 സഹോദരൻ ബിന്ദുവിനെ കാണാനില്ലെന്ന് കാട്ടി പോലീസിൽ പരാതി നൽകിയത്. ഇതിനിടെ ബിന്ദുവിന്റെ സ്ഥലം വ്യാജരേഖ ചമച്ച് വിൽപ്പന നടത്തിയതിന് സെബാസ്റ്റ്യൻ അറസ്റ്റിലാവുകയും ചെയ്തു. എന്നാൽ ബിന്ദു തിരോധാന കേസിൽ സംശയമുനയിൽ ഉണ്ടായിരുന്ന സെബാസ്റ്റ്യനെതിരെ തെളിവുകൾ കണ്ടെത്താനായിരുന്നില്ല. പിന്നീട് ജൈനമ്മ കേസിൽ സെബാസ്റ്റ്യൻ അറസ്റ്റിലായതോടെയാണ് അന്വേഷണം ഇയാളിലേക്ക് കേന്ദ്രീകരിക്കുന്നത്. ജൈനമ്മ കേസിൽ റിമാൻഡിൽ കഴിയുന്നതിനിടെയാണ് ബിന്ദു തിരോധാന കേസിൽ ജയിലിലെത്തി ക്രൈംബ്രാഞ്ച് സെബാസ്റ്റ്യന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളടക്കം കണ്ടെത്തുകയാകും കേസിൽ ക്രൈംബ്രാഞ്ചിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. ന്യൂസ് മലയാളം, ആലപ്പുഴ.